ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൽ നിന്ന് ചന്ദ്ര വക്കീലിനെ കണ്ട കാര്യം ശ്രുതി പറഞ്ഞിട്ട് ശ്രുതി അറിയുകയാണ്. ശ്രുതി വീട്ടിൽ വന്ന് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഇന്ന് വക്കീലിനെ കണ്ടിരുന്നു അല്ലേ എന്ന്. അപ്പോൾ അമ്മ പറയും, അതെ ഞാൻ കണ്ടിരുന്നു. ചന്ദ്ര പറയും, ഞാൻ കണ്ടിരുന്നു. നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് മോനെ ഞാൻ കണ്ടത്. നീ കള്ളം പറഞ്ഞ അവളെ ഇനി നീ വിവാഹം ഈ ബന്ധം തുടർന്ന് കഴിഞ്ഞാൽ അത് നിൻ്റെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് ഈ ബന്ധം പിരിയാനാണ് ഞാൻ തീരുമാനിച്ചത് എന്ന്. അപ്പോൾ ശ്രുതി പറയും, അമ്മ എന്തിനാണ് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ ഇത് കണ്ടത്? എനിക്കൊരു സൂചനയെങ്കിലും തരണ്ട. എൻ്റെ സമ്മതമില്ലാതെ ഒരു വക്കീലിനെ കാണുന്നത് ശരിയായ കാര്യമാണോ എന്നാണ് ശ്രുതി തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചന്ദ്രയുടെ ഭർത്താവ് ചോദിക്കും, ചന്ദ്ര നീ കാണിച്ചത് കുറച്ച് അക്രമമായി പോയി. കാരണം ശ്രുതി ഒരു തെറ്റ് ചെയ്തു, നമ്മളെ അടുത്ത് കള്ളം പറഞ്ഞു എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു വിവാഹമോചനത്തിലോട്ട് പോവുകയാണോ? പിന്നെ ഒന്നാമത് അവന് താല്പര്യമില്ല, അവന് വിവാഹമോചനത്തിന് താല്പര്യമുണ്ടോ എന്ന് നീ ചോദിച്ചോ? അതും നീ ചെയ്തില്ല. അപ്പോൾ നീ ചെയ്തത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. പിന്നെ അവൻ ഒരിക്കലും ശ്രുതിയെ വിവാഹമോചനം ചെയ്യാൻ അവന് താല്പര്യം ഉണ്ടാവില്ല. അവൻ തീർച്ചയായും അവളെ തിരിച്ചു വിളിച്ച് കൊണ്ടുവരികയും ചെയ്യും. ഇതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രയെ ചീത്ത പറയുകയാണ് ചന്ദ്രയുടെ ഭർത്താവ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മയെ ദയവ് ചെയ്തിട്ട് ഇനി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം ഇപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്ത മുറിവുണ്ടായിട്ടുണ്ട്. ഈ മുറിവ് നിങ്ങൾ കുത്തി നിങ്ങൾ ആ മുറിവിനെ ഒരു പുണ്ണാക്കി മാറ്റരുത്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്ര പറയും, ഞാൻ മോനെ നിൻ്റെ നല്ല ഭാവി ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെടുത്തത്. അവൾ നമ്മുടെ എന്തൊക്കെ നുണകൾ പറഞ്ഞു. ആ ഒരു കള്ളിയെ ഇനി നിനക്ക് വീണ്ടും ഭാര്യയായിട്ട് തന്നെ കൊണ്ടു നടക്കണമെന്നാണോ നീ പറയുന്നത്? അത് ശരിയല്ല മോനെ. നിൻ്റെ ജീവിതവും നിൻ്റെ ഭാവിയെല്ലാം തുലഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, ദയവ് ഇത് നിങ്ങളെല്ലാവരും എനിക്ക് കുറച്ച് നേരത്തേക്ക് ഇത്തിരി സമാധാനം തരൂ, ഞാനൊന്ന് വനസമാധാനമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിയും സച്ചിയൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവരാരും ഇതിൽ ഇടപെടുന്നൊന്നുമില്ല. കാരണം ഒരിടപെടാൻ പറ്റിയൊരു സാഹചര്യമല്ല. അങ്ങനെ അവൻ റൂമിലോട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ വർഷ ഡബ്ബിങ്ങിന് ഇരിക്കുകയാണ്. അപ്പോൾ ഡബ്ബിങ്ങിന് ചെല്ലുമ്പോൾ അതൊരു പ്രഗ്നൻസിയുടെ സീനായിരുന്നു. അവൾ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിൽ നായികയ്ക്ക് പ്രസവവേദന വന്നു. അപ്പോൾ അത് ഡബ്ബ് ചെയ്യാനാണ് വർഷയെ വിളിച്ചിട്ടുള്ളത്. അവൾക്കാണെച്ചെങ്കിൽ പ്രസവം എന്ന് പറഞ്ഞാൽ തന്നെ പണ്ടേ പേടിയാണ്. അപ്പോൾ അതിന് ഡബ്ബ് ചെയ്യാൻ പറ്റില്ല സർ എന്ന് പറഞ്ഞ് അതിൻ്റെ ഹെഡിനോട് പറയണം. അപ്പോൾ ഹെഡ് പറയും, നിൻ്റെ ജോലിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, നീ തീർച്ചയായും ഡബ്ബ് ചെയ്തേ പറ്റുള്ളൂ, എന്നില്ലെങ്കിൽ നിൻ്റെ ജോലി തന്നെ പോകും, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിതെളിക്കും. അപ്പോൾ എന്തായാലും ഡബ്ബ് ചെയ്യണമെന്ന്. അപ്പോൾ വർഷ പറയും, സാർ ഇതുപോലത്തെ സീൻ ഡബ്ബ് ചെയ്യാൻ എന്നോട് പറയരുത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ ഒരു സീൻ ഡബ്ബ് ചെയ്തിട്ട് എനിക്ക് ഒരാഴ്ച ഉറങ്ങാൻ തന്നെ പറ്റിയില്ല, പ്ലീസ് സാർ എന്ന് പറയും. അത് പറ്റില്ല, നീ ഡബ്ബ് ചെയ്തേ പറ്റൂ എന്ന് പറയണം. വർഷ ഒരുവിധം ഡബ്ബ് ചെയ്തിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവൾ വന്ന പാടെ ബെഡിലോട്ട് അങ്ങോട്ട് കയറി കിടക്കും. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്തത്ര വൈകിയത്? നീ ഓവർ ടൈം ചെയ്യുന്നുണ്ടല്ലേ? നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? ഇങ്ങനെ ഓവർ ടൈം ചെയ്തിട്ട് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് വരണോ? ഞാൻ വന്ന് നിന്നെ വിളിച്ചു കൊണ്ടുവരുമായിരുന്നില്ലേ? പിന്നെ ഇങ്ങനെ ഓവർ ടൈം ചെയ്യണതൊന്നും ഹെൽത്തിന് നല്ലതല്ല കേട്ടോ, നീ ശ്രദ്ധിച്ചേക്ക് എന്ന് പറയും. അപ്പോൾ വർഷ പറയും, ഞാൻ ഇന്നൊരു സീൻ ഡബ്ബ് ചെയ്തു, അത് ഡബ്ബ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ കുറേ തവണ പറഞ്ഞതാണ്, പക്ഷെ അവരൊന്നും സമ്മതിച്ചില്ല, എനിക്ക് ഡബ്ബ് ചെയ്യേണ്ടി വന്നു, അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഞാൻ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്ത് സീനാണ് നീ ഡബ്ബ് ചെയ്തത്? അതൊരു ഡെലിവറി സീനായിരുന്നു. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആ സീനൊന്ന് ഡബ്ബ് ചെയ്യാൻ. അത് ഡബ്ബ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത അവസ്ഥയായി. അപ്പോൾ ശരിക്കും പ്രസവിക്കുന്ന സ്ത്രീകളുടെ ഒരു കാര്യം സമ്മതിക്കണം. ഈ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടം അനുഭവിക്കണത്. എന്തിനാണ് ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് പ്രസവിക്കുന്നത്? ഞാനൊന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് വേദന സഹിച്ച് പ്രസവിക്കില്ല, എനിക്കൊന്നും അതിന് പറ്റില്ല. അപ്പോൾ അവൻ പറയും, അതൊക്കെ ഈ കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നത് ഏത് അമ്മമാരുടെയും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വേദനയൊന്നും അറിയില്ല എന്ന്. അപ്പോൾ അവൾ പറയും, എനിക്കിങ്ങനെ വേദന ഒന്നും അനുഭവിക്കാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും ഇതിന് തയ്യാറല്ല. അപ്പോൾ ശ്രീകാന്ത് പറയും, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഇല്ലേ എന്ന്. അപ്പോൾ അവൾ പറയും, എങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആവാൻ ചാൻസ്? അപ്പോൾ അവൻ പറയും, ശരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കും. ശ്രുതിക്ക് പേടിയാവും, യെസ് പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന്. പിന്നെ നമ്മുടെ ശ്രുതി ചേട്ടനും അനിയനൊക്കെ ബിയർ വാങ്ങി കൊടുന്ന് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ടെറസിൻ്റെ മീതിരുന്ന് മദ്യപിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ വിഷമം ഞാൻ ആരോട് പറയും? എൻ്റെ അമ്മ കാണിച്ചത് ഭാര്യ കാണിച്ചതും നോക്കി നോക്ക്, ഞാൻ ആരുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് അവൻ വിഷമിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവളെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും, ചേച്ചിയെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അവളെ ചേച്ചീനെ പോയി വിളിച്ചു കൊണ്ടുപോവാ. അപ്പോൾ ശ്രുതി പറയും, അതെങ്ങനെയാണ് പറ്റുക? എനിക്ക് എൻ്റെ അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മയെ എനിക്ക് അത്രയും ഇഷ്ടമാണ്, അമ്മയെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ സച്ചി പറയും, നീ ഇങ്ങനെ 2 തോണി കാലിടാൻ ഏതെങ്കിലും ഒരു തോണി കാലിടും, നിനക്ക് അവളെ വിളിച്ചു കൊണ്ടുവരണമെങ്കിൽ നീ പോയി വിളിച്ചു കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കും, ആരെങ്കിലും ഒരാളെ നീ നോക്കുന്നു. അപ്പോൾ ശ്രുതി പറയും, നിനക്കല്ലെങ്കിൽ അമ്മയോട് സ്നേഹമില്ലല്ലോ, നിനക്ക് ഭാര്യയോട് മാത്രമല്ലേ സ്നേഹമുള്ളൂ. അപ്പോൾ സച്ചി ദേഷ്യപ്പെട്ടിട്ട് അവനോട് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് 2 പേരോട് സ്നേഹമുണ്ട്, എനിക്ക് എൻ്റെ അമ്മയോട് സ്നേഹമുണ്ട്, ഭാര്യയോട് സ്നേഹമുണ്ട്,
ആരുടെ ഭാഗത്താണോ ശരി അവരേനെ അവരുടെ ആ ഭാഗം ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സുധീനായിട്ട് ഇവരെല്ലാവരും അടി ഉണ്ടാക്കുകയാണ്. അങ്ങനെ എനിക്കൊന്നും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട നിൻ്റെ കള്ള് എന്ന് പറഞ്ഞ് അവൻ വാങ്ങിക്കൊടുത്ത ബിയറെല്ലാം അവൻ്റെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് അവർ പോവുകയാണ്. അപ്പോൾ ആ കള്ളിങ്ങനെ മാറി മാറി കുടിച്ച് ശ്രുതി ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ശ്രുതി ആൻറ്റിയുടെ വീട് അന്വേഷിച്ച് വരികയാണ്. ആൻറ്റിയുടെ വീട്ടിലോട്ട് വരികയാണ്. ആൻറ്റിയോട് പറയും, ആൻറ്റി താങ്ക്സ് കേട്ടോ, ആൻറ്റി വിളിച്ച് പറഞ്ഞത് കാരണമാണ് വക്കീലിനെ കണ്ട കാര്യം ഞാൻ അറിഞ്ഞത്. ഞാൻ നേരിട്ട് പോയി ശ്രുതിയോട് ചോദിച്ചു. അപ്പോൾ ശ്രുതി പറഞ്ഞത് ശ്രുതി അറിഞ്ഞിട്ടില്ല എന്നാണ്. ശ്രുതി അറിയാതെയാണ് ആൻറ്റി പോയിട്ടുള്ള വക്കീലിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആൻറ്റി പറയും, അതൊക്കെ സത്യം തന്നെ, നീ ഇപ്പോൾ ഇവിടെ വന്നതെങ്ങാനും ചന്ദ്ര അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവുള്ളൂ. നീ ഇപ്പം തന്നെ ഇനി ഇവിടെ എങ്ങാനും നീ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്ര അത് കൂടുതൽ പ്രശ്നമാക്കും. അപ്പോൾ ശ്രുതി പറയും, ഞാൻ ഇപ്പോൾ വന്നത് എങ്ങനെ അറിയാൻ ആൻറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ഒക്കെ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറയുകയാണ് ശ്രുതി. അപ്പോൾ ആൻറ്റിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്, ചന്ദ്രയെങ്ങാനും വരുമോ, ചന്ദ്രയെങ്ങാനും അറിഞ്ഞാൽ പിന്നെ ചന്ദ്ര ആൻറ്റീനെ വെച്ചേക്കില്ല. അപ്പോൾ ശരി, അതൊക്കെ ഞാൻ വിളിച്ച് പറയാം. ഞാൻ എന്തെങ്കിലും ചന്ദ്ര എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിന്നോട് പറയാം. ചന്ദ്ര വിളിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ അത് നിന്നോട് വിളിച്ച് പറയാം. നീ ഇപ്പോൾ ഒന്ന് പോകാൻ നോക്ക് എൻ്റെ ശ്രുതി എന്ന് പറഞ്ഞ് ആൻറ്റി കാല് പിടിക്കുകയാണ്. അപ്പോൾ ഒരു ഓട്ടോ വരുന്ന ശബ്ദം കേൾക്കും. ആ ഓട്ടോയിൽ വരുന്നത് നമ്മുടെ ചന്ദ്രയാണ്. അപ്പോൾ ചന്ദ്രനെ കണ്ടതോടുകൂടി ആൻറ്റിക്ക് ആകെ പേടിയാവും. ആൻറ്റി പറയും, ശ്രുതി നീ പോയി ആ റൂമിലൊന്ന് ഒളിച്ച് നിൽക്ക്, ഞാൻ അവൾ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല, അവൾ എന്നെയും കൊല്ലും നിന്നെയും കൊല്ലും, നിനക്കറിയാമല്ലോ ചന്ദ്രയുടെ സ്വഭാവം എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി ഓടിപ്പോയിട്ടൊരു റൂമിൽ ഒളിക്കും. ആ റൂമിൽ ഒളിച്ച് കഴിഞ്ഞാൽ ചന്ദ്രനെ ആൻറ്റി പോയിട്ട് വാതിൽ തുറന്നു കൊടുക്കും. എന്നിട്ട് ചോദിക്കും, അപ്പോൾ ചന്ദ്ര ദേഷ്യത്തിലാണ്. ചന്ദ്ര ചോദിക്കും, നീ എങ്ങാനും ആ ശ്രുതി എങ്ങാനും വിളിച്ചിരുന്നോ? കാരണം ഞാൻ വക്കീലിൻ്റെ അടുത്ത് പോയ കാര്യമൊക്കെ അവൾ അറിഞ്ഞിരിക്കണല്ലോ. അവൾ വന്നിട്ടൊക്കെ ശ്രുതിയോട് ചോദിച്ചു, നീ പറയാണ്ട് ഒരിക്കലും അവൾ അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആൻറ്റി പറയും, ഇല്ലില്ല, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, നീ അവളെ അടിച്ച് പുറത്താക്കിയതിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടുമില്ല, ഫോൺ ചെയ്തിട്ടുമില്ല. എന്നാലും എൻ്റെ ചന്ദ്രൻ നീ ഈ കാര്യത്തിൽ എന്നെ സംശയിച്ചല്ലോ, അതാണ് എനിക്ക് വിഷമമെന്ന്. അപ്പോൾ ചന്ദ്ര പറയും, അല്ലാണ്ട് ഇപ്പോൾ എങ്ങനെ അവൾ അറിയുന്നത്? നമ്മൾ വക്കീലിനെ കാണാൻ പോയത് വേറെ ആരും അറിഞ്ഞിട്ടില്ല, നിന്നോട് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് നീ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ എന്ന്. അപ്പോൾ എന്നാൽ പിന്നെ ആ വക്കീലാവും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ആൻറ്റി പറയുന്നത്. ആൻറ്റിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി റൂമിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും വക്കീലന്ന് എന്നോട് പറഞ്ഞത് ശ്രുതിയുടെ സമ്മതം ഇല്ലാണ്ട് ഡിവോഴ്സ് കിട്ടില്ല എന്നാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവൻ്റെ സമ്മതം ഉണ്ടാക്കിക്കണം. അപ്പോൾ നീ എന്ന് മുന്നേ പറഞ്ഞിട്ടില്ലേ ഒരു സ്വാമിജിയെ കുറിച്ചിട്ട്, സ്വാമി ധർമ്മജാനന്ദ, അദ്ദേഹം ഒരു ഏലസ് പൂജിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്, ഭാര്യയും ഭർത്താവിനെ രണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ സ്വാമിജീനെ ഇപ്പം തന്നെ പോയി കാണണം. എന്നിട്ട് ആ ഏലസ് എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ശ്രുതിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. എങ്ങനെ എന്നാലേ എൻ്റെ മോൻ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അവളെ ഒഴിവാക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ പ്രശ്നവും ഇല്ലല്ലോ. അവൻ്റെ ഇഷ്ടത്തിന് ഒഴിവാക്കുമ്പോൾ ഈ പ്രശ്നവും വരില്ല. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിലിരുന്ന് പ്രാവുകയാണ്. വല്ലാത്തൊരു സ്ത്രീ തന്നെ, എന്തൊരു സ്ത്രീയാണത്, ഞങ്ങളെങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന്. പിന്നെ ചന്ദ്ര പറയണം, അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് വേണം എനിക്ക് നല്ലൊരു പണക്കാരി പെൺകുട്ടീനെ കണ്ടുപിടിച്ച് എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. ഒരിക്കലും ഞാൻ എൻ്റെ ശ്രുതിയെ നുണ പറഞ്ഞ ബ്യൂട്ടി പാർലർ പെണ്ണിനെ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലോട്ട് ഞാൻ തിരിച്ചു കയറ്റില്ല. ഇത് ചന്ദ്രയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ആ സ്വാമിജിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് ചന്ദ്ര ആൻറ്റീനെയും കൂട്ടി പോകാൻ തയ്യാറായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷം അറിയാൻ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.